നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ വോട്ടിംഗ് എത്തി ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പാലക്കാടിനെ ഇളക്കിമറിച്ച് നരേന്ദ്രമോദി. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കരുത്തു പകർന്ന റോഡ് ഷോ. കൊടുംചൂടിലും ആവേശം ചോരാതെ അണികൾ. ബി.ജെ.പിക്കാർ മാത്രമല്ല മോദിയെ കാണാൻ എത്തിയത് എന്ന് കെ സുരേന്ദ്രൻ. ഓരോ തവണ മോദി എത്തുമ്പോഴും UDF വോട്ട് കൂടുമെന്ന് ചെന്നിത്തല. തൃശൂരിലെ പ്രചാരണം പ്രമുഖരെ കേന്ദ്രീകരിച്ച് തന്നെ. കെ മുരളീധരന്റെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ ചായ സൽക്കാരത്തിന് എത്തി സുരേഷ് ഗോപി. ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം ഇല്ലെന്ന് മുരളീധരന്റെ പരിഹാസം. സുരേഷ് ഗോപിയെ കാണാൻ കൂട്ടാക്കാത്ത കലാമണ്ഡലം ഗോപി കെ രാധാകൃഷ്ണന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു. ഞാൻ മുമ്പോട്ട് പോകും, ഞാനൊരു ഡേ വേസ്റ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. അതുകൊണ്ട് ഞാനിത് നിർത്താൻ പോകുന്നതാണോ അത് വിചാരിക്കണ്ട. Everybody is entitled to his or her opinion, but I am entitled to my opinion. തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരു ദിവസം ഞാൻ വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞം വീണ്ടും ചർച്ചയാകുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ പരിഹാസത്തിന് മറുപടിയുമായി ശശി തരൂർ. പറയുന്നത് മറ്റേവരുടെ പ്രചരണം കേൾക്കുമ്പോൾ ഇവിടെ 15 വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ചിലർ പറഞ്ഞ് നടക്കുന്നത്. അതാണെങ്കിൽ എൻ്റെ 68 പേജിന്റെ പുരോഗതിയുടെ റിപ്പോർട്ട് വായിച്ചു നോക്കട്ടെ. അവർക്ക് ഇതും പല കാര്യങ്ങളും ഇപ്പം ഞാൻ പറയാത്തതും വായിക്കാൻ സാധിക്കും. പക്ഷെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണമല്ലോ. തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി നിർണായകമായ ഇടപെടൽ നടത്തി. 438 കോടി രൂപയുടെ നഷ്ടപരിഹാര പാക്കേജ് അനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്നും ശശി തരൂർ. ഇപ്പൊ ഇത് അവിടെയൊക്കെ പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശ്രദ്ധിച്ചോ, ശത്രുക്കളൊക്കെ ജീവിച്ചിരിക്കലും ചുമ്മാതെ വന്നിരിക്കുക. പൗഡർ പൂശി ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ ഷണ്ടൻ. എം മണിയുടെ ഷണ്ടൻ പെണ്ണുപിടിയൻ പരാമർശങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ്. നാടൻ ഭാഷാ ശൈലിയുടെ പേരിൽ തെറി അഭിഷേകവുമായി മണിയുടെ പ്രസംഗങ്ങൾ. നാടൻ പ്രയോഗമായി ഇനി കാണാനാവില്ലെന്ന് ഡീൻ. ബീഹാറിൽ NDA സീറ്റ് വിഭജനത്തിൽ തർക്കം. മുന്നണി വിടാനൊരുങ്ങി രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി. കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചു. ചിരാഗ് പാസ്വാന്റെ LJPക്ക് മാത്രം സീറ്റ് നൽകിയതിൽ പ്രതിഷേധം. ലീഗിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന ആവശ്യവുമായി കോൺഗ്രസും. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ. പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകും. ഖാർഗെയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെയും തുടരും. കൂടുതൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ആവേശമായി പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രണ്ടാം തവണയുമാണ് മോദി എത്തുന്നത്. മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ മോദി പുഷ്പാലങ്കൃതമായ വാഹനത്തിൽ അഞ്ചുവിളയ്ക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. രാവിലെ 11:20 മോദി തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു.
രാവിലെ 8 മണിയോടുകൂടി തന്നെ പാലക്കാട് പ്രധാന പാതയിലെ കോട്ടമൈതാനം 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരം വരെ ഏകദേശം 900 മീറ്ററോളം 2 ഭാഗത്തുമായി ആളുകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രധാനമന്ത്രി 10 മണിക്ക് എത്തും അറിഞ്ഞ് 8 മണിയോടെ കൂടി തന്നെ ആളുകൾ എത്തിയിരുന്നു. കൃത്യം 10:20 ആയപ്പോൾ പ്രധാനമന്ത്രിയെയും കൊണ്ടുള്ള ഹെലികോപ്റ്റർ മേഴ്സി കോളേജ് മൈതാനത്തിറങ്ങി. 10:45 അദ്ദേഹം ഇവിടെ കോട്ടമൈതാനത്തെത്തി. 10:45 5 വിളക്കിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്നത്. വലിയ അത്യുഷ്ണത്തെ അവഗണിച്ചും വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. കാരണം മോദിയുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് BJP വളരെ വിപുലമായ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലായിടത്തും തോരണങ്ങൾ കെട്ടിയും അതുപോലെ തന്നെ കൊടികളുമായി ജനങ്ങൾ 2 ഭാഗത്തുമായി കാത്തുനിന്നു. കഴിഞ്ഞ 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി മാത്രമാണ് മോദി പാലക്കാടെത്തിയത്. ആദ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് മോദി എത്തുന്നത്. പൊതുസമ്മേളനം ഇല്ലെങ്കിൽ പോലും റോഡ് ഷോയ്ക്ക് വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. മോദിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികളായ C. കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ളവരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അതായത് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ വാഹനമായിരുന്നു. കനത്ത സുരക്ഷാ സംവിധാനത്തിലായിരുന്നു മോഡിയുടെ റോഡ് ഷോ. ചൂടാണെങ്കിലും ശരി, ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. ഒന്നും പറയാനില്ല. ഇതുമാതിരി ഒരു വ്യക്തി ഇവിടെ എത്തുന്നത് തന്നെ ഏറ്റവും വലുതല്ലേ. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനം. ഒരു നോക്ക് കാണാൻ അത്രേ വേണ്ടു. വേറെ ആ കൈവീശിന് ഒരു നോക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു ഇതായ മാതിരിയാണ്. ഭാരത് മാതാക്കി മോദിജിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഭാരതത്തിന്റെ ഒരു അവതാര പുരുഷനെ കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കണം. അപ്പൊ ആ ഭാരത് മാതാക്കി പറയാണ്. മോദിജി കാണാൻ വേണ്ടി ആകർഷകമായിട്ട് എല്ലാവരും നിൽക്കുകയാണ്, കാത്തുകൊണ്ട് നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് നമുക്ക്. കടുത്ത മീനച്ചൂടിനെ വകവയ്ക്കാതെ പുഷ്പവൃഷ്ടി നടത്തിയാണ് അവർ തങ്ങളുടെ പ്രിയ നേതാവിനെ വരവേറ്റത്. മോദിയുടെ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് പ്രവേശനം ലഭിക്കാതെ വന്ന നിരവധി പ്രവർത്തകരാണ് ഇടവഴികളിലും മോദി മേഴ്സി കോളേജിൽ നിന്ന് പുറപ്പെട്ട് റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിനുമുള്ള റോഡുകളിലും സ്ഥാനം പിടിച്ചത്. ഈ റോഡുകളിലൊക്കെ അതീവ സുരക്ഷാ നടപടികളാണ് ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് പലർക്കും മോദിയെ ഒരു നോക്ക് കാണാൻ മാത്രമാണ് കഴിഞ്ഞത്. വാഹനങ്ങൾ കടന്ന വഴിയിൽ മോദിയെ അഭിവാദ്യം ചെയ്ത പ്രവർത്തകർക്ക് നേരെ തിരിച്ച് നരേന്ദ്രമോദി പ്രത്യഭിവാദ്യം ചെയ്യുകയും ചെയ്തു. എന്തായാലും കനത്ത മീനച്ചൂടിനെ അവഗണിച്ചും നിരവധി പേരാണ് മോദിയെ കാണാനായി പാലക്കാടെത്തിയത്. നരേന്ദ്രമോദിയുടെ സന്ദർശനം പാലക്കാട് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പിലും പാലക്കാട് BJP കൃത്യമായ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. അത് വോട്ടിന്റെ എണ്ണത്തിലാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ എണ്ണത്തിലാണെങ്കിലും അത്തരത്തിൽ കൃത്യമായ ഒരു വളർച്ച ഉള്ള മണ്ഡലത്തിൽ ഇത്തവണ മോദിയുടെ ഒരു സാന്നിധ്യം, മോദിയുടെ ഒരു പ്രചാരണം അത് ഏറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ ഉള്ളത്. കാരണം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന തരത്തിലാണ് പാലക്കാട് BJPക്ക് ജയം നഷ്ടമായത്. ഇത്തവണ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ സാഹചര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാണ് എന്നൊരു വിലയിരുത്തൽ BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ സന്ദർശനം തന്നെ പാലക്കാട് ആയിട്ടുള്ളത്. എന്നാണെങ്കിലും നരേന്ദ്രമോദിയെ കാണുവാൻ ഈ വലിയ ചൂടിലും മണിക്കൂറുകൾ ആളുകൾ കാത്തുനിന്നതും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണവും അദ്ദേഹത്തോടുള്ള ആ സ്നേഹവുമൊക്കെ പാലക്കാട് ഗുണം ചെയ്യും, പാലക്കാട് താമര വിരിയിക്കും എന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. പാലക്കാട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സന്ദർശനം സമീപ മണ്ഡലങ്ങളിലും ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും BJP നേതാക്കൾ പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ.
പാലക്കാട് നിന്നും എസ് വിനീഷ് കുമാറിനും MS അനീഷ് CV അനുമോദ്, ന്യൂസ് 18. അനുമോദ് സൂചിപ്പിച്ചതുപോലെ സമീപ മണ്ഡലങ്ങളിലുമൊക്കെ മോദിയുടെ വരവ് വലിയ തോതിൽ നേട്ടമുണ്ടാക്കുമെന്ന് പറയുമ്പോഴും മോദിയുടെ റോഡ് ഷോയിൽ മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി അബ്ദുൾ സലാം ഉണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. 4-ൽ കൂടുതൽ പേരെ വാഹനത്തിൽ കയറ്റാൻ SPGയുടെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് BJP ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം. പാലക്കാട്, പൊന്നാനി സ്ഥാനാർത്ഥികളും സംസ്ഥാന അധ്യക്ഷനുമാണ് വാഹനത്തിൽ കയറിയത്. നരേന്ദ്രമോദി കേരളത്തിൽ പര്യടനം തുടരുകയും പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ബീഹാറിൽ NDA സഖ്യത്തിൽ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചു. അദ്ദേഹം ഉടൻ മുന്നണി വിട്ടേക്കും എന്നാണ് സൂചന. സീറ്റ് വിഭജനത്തിലെ അതൃപ്തിയാണ് ഈ നീക്കത്തിന് കാരണം. ബീഹാറിൽ ഇത്തവണ പശുപതി പരസിന്റെ പാർട്ടിയായ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടിക്ക് സീറ്റ് നൽകിയില്ല. പകരം ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി രാംവിലാസ് പാർട്ടിക്ക് 5 സീറ്റ് നൽകി. NDA വിടാൻ ഒരുങ്ങുന്ന പരസ് RJDയുമായി സമ്പർക്കത്തിലാണ് എന്നാണ് സൂചന. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചു, കർണാടകയിലെ മുതിർന്ന BJP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സദാനന്ദ ഗൌഡ പാർട്ടി വിടുവാനുള്ള ഒരുക്കത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് വിവരം. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത മൈസൂരു സീറ്റിൽ നിന്ന് മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചന. കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറുമായി ഗൌഡ ചർച്ച നടത്തിയിരുന്നു. മൈസൂരിൽ ഒരു ഒക്കലിക മുഖത്തെ തേടുന്ന കോൺഗ്രസിന് ഗൌഡയുടെ കടന്നുവരവ് കൂടുതൽ കരുത്തേക്കും. ബാംഗ്ലൂരു നോർത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആണ് ഗൌഡ BJP വിടാൻ ഒരുങ്ങുന്നത്. ഇവിടെ കേന്ദ്രമന്ത്രി കൂടിയായ ശോഭ കരന്തലജയ്ക്കാണ് BJP സീറ്റ് നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സദാനന്ദ ഗൌഡ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. അതോടൊപ്പം ദേശീയ തലത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒന്ന്, JMM നേതാവും MLAയുമായ സീതാ മുർമു സോറൻ പാർട്ടി വിട്ടു എന്നുള്ളതാണ്. എക്സിലൂടെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നു എന്ന വിവരം സീതാ മുർമു അറിയിച്ചത്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ സീത ഭർത്തൃപിതാവും JMM ദേശീയ അധ്യക്ഷനുമായ ഷിബു സോറന് രാജിക്കത്ത് നൽകി. ഇവർ BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഭർത്താവ് ദുർഗാ സോറന്റെ മരണശേഷം താനും കുടുംബവും പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടു. ഇതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് രാജിക്കത്തിൽ പറയുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ നരേന്ദ്രമോദിക്ക് എതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. രാജ്യം ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നും 2004-ലെ BJPയുടെ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തിന്റെ അവസ്ഥയാകും മോദിയുടെ ഗ്യാരണ്ടി മുദ്രാവാക്യത്തിന് എന്നുമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ഖാർഗെ വിമർശിച്ചത്. 5 ന്യായ് പദ്ധതികളുമായി ഇറങ്ങുന്ന പ്രകടന പത്രിക പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്നും ഖാർഗെ നിർദ്ദേശിച്ചു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നും നാളെയുമായി ഡൽഹിയിൽ ചേരുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഒപ്പം തെരഞ്ഞെടുപ്പ് പത്രികയ്ക്ക് അന്തിമ രൂപവും നൽകും. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ കോയമ്പത്തൂരിലേക്ക്, തമിഴ്നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ ഇനിയുള്ള പരിപാടികൾ, കാരണം നമുക്കറിയാം ദക്ഷിണേന്ത്യയിലൊക്കെ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായി കുറേയേറെ ശ്രദ്ധയിലെത്തുന്നുണ്ട്. BJPക്കും ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമായി ദക്ഷിണേന്ത്യ മാറിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ദക്ഷിണേന്ത്യക്ക് ഒട്ടും പ്രാധാന്യം കുറയ്ക്കാതെയാണ് BJPയുടെ ഓരോ പരിപാടികളും മോദിയുടെ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത സമീപകാലത്തായി തുടർച്ചയായി 6ാം തവണയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ളതും നമ്മൾ ചേർത്ത് വായിക്കണം. അതും കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ 6ാം തവണ പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി കേരളത്തിലെ BJPക്ക് വേണ്ടി സമയം ചിലവഴിക്കുകയാണ്. പ്രവർത്തകർ പുഷ്പവുമായി കാത്തുനിൽക്കുന്നു. പ്രധാനമന്ത്രി എത്തുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തുന്നു. അവരുടെ ആവേശം, അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു.
വോട്ടെടുപ്പ് അടുക്കുംതോറും കേരളത്തിൽ പ്രചാരണ വിഷയങ്ങൾ പലതാണ്. അങ്ങനെ ഇ.പി. ജയരാജന്റെ കുടുംബത്തിന് പങ്കുള്ള വൈദേകൻ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസ് അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ CPIM BJP ബന്ധത്തിന് ഇടനില നിൽക്കുന്നത് ഇ.പി. ജയരാജൻ എന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഇ.പിയുടെ കച്ചവട ബന്ധം പരസ്യമായ കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടനില നിൽക്കുന്നതും ഇ.പി ആണ് എന്നും, അല്ലെങ്കിൽ പിണറായി നേരത്തെ ജയിലിൽ പോയേനെ എന്നുമാണ് സുധാകരൻ കൂട്ടിച്ചേർത്തത്. അതിവിടെ വളരെ സുവ്യക്തമല്ലേ? അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ അകത്ത് രാജീവ് ചന്ദ്രശേഖർ വന്ന് കയറി അദ്ദേഹം ബിസിനസ് ചെയ്യല്ലേ? ആർക്കതിൽ സംശയം? എല്ലാവരും അറിഞ്ഞതല്ലേ? അതിൽ വളരെ സീക്രസി ഒന്നും ഇല്ലല്ലോ. ഇറ്റ് ഈസ് പബ്ലിക് ന്യൂസ്. സ്വാഭാവികമായിട്ടും ഒരു ബന്ധം ഉണ്ടാവില്ലേ? ബന്ധമില്ലാതെ ഒരാൾ ഒരു കച്ചവടക്കാരനായാൽ തന്നെ ബന്ധം വന്നില്ലേ? അത് രാഷ്ട്രീയത്തിലേക്ക് വ്യാപിക്കൂലേ? അതിനെന്താ സംശയം? ജയരാജന് ഇതിന്റെ അകത്ത് നല്ല റോളുണ്ട്. CPM-നെ BJP-യുമായി അടുപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ബന്ധം, നല്ല സ്വാധീനം ജയരാജനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഫക്ട് ചെയ്യാൻ കേരളത്തിൽ നടക്കില്ല ഒന്നും. കേരളത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ നന്നായി അറിയാം. കൂട്ടുകച്ചവടത്തെ കുറിച്ചൊക്കെ നന്നായി അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവിടെ ഇപ്പം ജയരാജൻ എന്ത് കളിച്ചാലും ജയരാജൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നേട്ടം വളരെ പരിമിതമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഇ.പിയുടെ BJP സ്ഥാനാർത്ഥികൾ മികച്ചത് എന്ന പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയോ സെക്രട്ടറിയോ മറുപടി പറയുമോ എന്നാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ കേസുകൾ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ മടിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മോദി എന്നോ അമിത്ഷാ എന്നോ പറയുന്നുണ്ടോ? മോദി കേരളത്തിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കണ്ടതാണ്. BJP-യുടെയും CPIM-ന്റെയും ഇടയിലുള്ള പാലമാണ് ഇ.പി. ജയരാജൻ എന്നും ചെന്നിത്തല പറഞ്ഞു. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അങ്ങയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഈ 4 സ്ഥാനാർത്ഥികളും മികച്ചതാണ് എന്ന ജയരാജന്റെ വാക്കുകളോട് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറുണ്ടോ? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയുമോ? ഇ.പി. ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ബന്ധം എന്താണ്? മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പേരിലുള്ള കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ മടി കാണിക്കുന്നു. മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാരയാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും മോഡി എന്നൊരു പേര് പറയുന്നുണ്ടോ? അമിത്ഷാ എന്നൊരു പേര് പറയുന്നുണ്ടോ? മോഡി കേരളത്തിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ പോയ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ എല്ലാവരും കണ്ടതാണ്. അതേസമയം BJP-യെയും സംഘപരിവാർ ശക്തികളെയും പരാജയപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം എന്ന് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിക്കുന്നത്. ഫാസിസ്റ്റ് ശ്രമങ്ങൾ പ്രതിരോധിക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. ഹിന്ദുത്വ അജണ്ടകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ കുത്തിവെച്ചു എന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം BJP-യെയും സംഘപരിവാർ വിഭാഗങ്ങളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇന്ത്യയിലുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെല്ലാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം വിജയിച്ചില്ല എങ്കിൽ ഇന്ത്യ ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്കാണ് നീങ്ങുക. പരിമിതമായ ജനാധിപത്യ സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളതെങ്കിലും അതുൾപ്പെടെയുള്ള എല്ലാം അവസാനിപ്പിച്ച് ഒരു ഫാസിസ്റ്റ് ഇന്ത്യയാക്കി രാജ്യത്തെ മാറ്റുന്നതിനു വേണ്ടി നടത്തുന്ന ഹിന്ദുത്വ അജണ്ട പ്രാവർത്തികമാക്കാനുള്ള ശ്രമം, അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. റൈറ്റ്. LDF BJP ബന്ധം എന്ന ആരോപണം ആണ് സംസ്ഥാന വ്യാപകമായി UDF ഉയർത്തുന്നതെങ്കിൽ ഓരോ മണ്ഡലത്തിലും പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് വിഷയമുണ്ട്. അതിൽ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് വിഷയം ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണ്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ കഴിഞ്ഞ ദിവസം
NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. വികസന രേഖയിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് താനാണ് എന്ന തരൂരിന്റെ അവകാശവാദത്തെയാണ് അദ്ദേഹം പരിഹസിച്ചത്. ഇന്നലെ വോട്ടിംഗ് എത്തി ആ വാക്കുകൾ നൽകിയതാണ്. ഒരിക്കൽ കൂടി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കട്ടെ. എല്ലാവരും പറയല്ലോ ചന്ദ്രയാൻ മൂണിൽ എത്തിന്ന്, അത് വേണമെങ്കിൽ പറയാം, അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാമല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് അത് മുകളിൽ പോയി, ഞാൻ തിരുവനന്തപുരത്ത് MP ആയിരുന്നു, അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുക്കാൻ പറ്റുമല്ലോ. ശരി, ഈ ഒരു ട്രോളിന് ഇപ്പോൾ മറുപടി നൽകുകയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നിർണായകമായ ഇടപെടലാണ് താൻ നടത്തിയത് എന്നാണ് ശശി തരൂരിന്റെ മറുപടി. അദാനിയുമായി തുറമുഖ കാര്യം വിമാനത്തിൽ ഇരുന്നാണ് സംസാരിച്ചത്. 438 കോടി രൂപയുടെ നഷ്ടപരിഹാര പാക്കേജ് അനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്നും ശശി തരൂർ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ഈ വിമർശനത്തിനുള്ള പരിഹാസത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 438 കോടിയുടെ ഒരു പാക്കേജിനെ ഒരു കോമ്പൻസേഷൻ പാക്കേജായിട്ട് അനുവദിച്ചു. പക്ഷെ ആ വർഷം തന്നെ നമ്മൾ ഇലക്ഷൻ തോറ്റ ശേഷം പുതിയ സർക്കാർ പഴയ സർക്കാരിന്റെ വാക്ക് പാലിച്ചില്ല. ഇവിടെയാണ് കുഴപ്പം ആരംഭിക്കുന്നത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും അവർക്ക് സഹായം കൊടുക്കാനും ആരുമില്ലാത്ത കാര്യം വലിയ ദുഃഖകാര്യമാണ്. അതുകൊണ്ടല്ലേ അവർ അവസാനത്തെ സമരം നടത്തിയത്. ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ തപ്പുകോട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. പറയുന്നത് മറ്റേവരുടെ പ്രചരണം കേൾക്കുമ്പോൾ ഇവിടെ 15 വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ചിലർ പറഞ്ഞ് നടക്കുന്നത്. അതാണെങ്കിൽ എൻ്റെ 68 പേജിന്റെ പുരോഗതി റിപ്പോർട്ട് വായിച്ചു നോക്കട്ടെ. അവർക്ക് ഇതും പല കാര്യങ്ങളും ഇപ്പം ഞാൻ പറയാത്തതും വായിക്കാൻ സാധിക്കും. പക്ഷെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണമല്ലോ. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് BJPക്ക് ശശി തരൂർ നൽകുന്ന മറുപടി ഇതാണ് എങ്കിൽ ഇതേ വിഷയത്തിൽ തന്നെ സർക്കാരിനെതിരെയും ആഞ്ഞടിക്കുന്നുണ്ട് കോൺഗ്രസ്. വിഴിഞ്ഞം സമരത്തിൽ എടുത്ത കേസുകൾ പിൻവലിക്കാത്തതിനെതിരെയാണ് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത്. ലത്തീൻ ബിഷപ്പിന് എതിരെ എടുത്ത കേസ് ഇതുവരെ പിൻവലിച്ചില്ല. ബിഷപ്പിന്റെ പേരിൽ ആരും ഇതുവരെ കേസുകൾ എടുത്തിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞുവെച്ചത്. വിഴിഞ്ഞം സജീവ ചർച്ചയായി നിൽക്കുന്നതിനിടെ വി സുരേന്ദ്രൻ പിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. RJD നേതാവ് വി സുരേന്ദ്രൻ പിള്ളയെ വീട്ടിൽ എത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ കണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആയിരുന്നു ഈ കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം എന്നാണ് BJP നേതാക്കൾ ഈ കൂടിക്കാഴ്ചയോട് പ്രതികരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ആണിപ്പോഴത്തെ വിഷയമെങ്കിൽ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്തെയൊക്കെ പ്രമുഖരെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന ഒരു തന്ത്രം. കഴിഞ്ഞ ദിവസം ഗോപി ആശാന് വേണ്ടി നടത്തിയ ഇടപെടൽ വലിയ തോതിൽ വിവാദമായിരുന്നു. VS സുനിൽകുമാർ ടൊവിനോയുടെ കൂടെയുള്ള ഫോട്ടോ പങ്കുവെച്ചതുമൊക്കെ വിവാദമായിരുന്നു. ഇപ്പോൾ K മുരളീധരന്റെ ബന്ധുവീട്ടിൽ സുരേഷ് ഗോപിക്ക് ചായ സൽക്കാരം. മുരളി മന്ദിരത്തിന് സമീപമുള്ള K കരുണാകരന്റെ ഭാര്യയുടെ സഹോദരി സത്യഭാമിയുടെ വസതിയിലാണ് സുരേഷ് ഗോപി എത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് ഇവിടെ സുരേഷ് ഗോപിയും സംഘവും എത്തിയത്. തേറമ്പലിന്റെ വീട്ടിലും പോകുന്നു. രാഷ്ട്രീയ പ്രാധാന്യം വേണമെങ്കിൽ കൽപ്പിക്കാവുന്ന സന്ദർഭം. പാവറട്ടിപ്പള്ളി പോകുന്നുണ്ട്, വേറെ പ്രമുഖരായ ഒരുപാട് പേരുടെ വീട്ടിൽ പോകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ആ ലിസ്റ്റിൽ പറയും. K കരുണാകരന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ വീട്ടിലാണ് പ്രഭാതം. എന്തായാലും ഈ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിനെതിരെ പരിഹാസവുമായാണ് K മുരളീധരൻ രംഗത്തെത്തിയത്. സന്ദർശനത്തിലൂടെ സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് 0 വോട്ടാണ്. സുരേഷ് ഗോപി എല്ലാ സ്ഥലത്തും കയറി നിരങ്ങുകയാണ്. ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം തങ്ങൾക്കില്ല. അതുകൊണ്ടാണ് കയറി ഇറങ്ങാൻ കഴിയുന്നത് എന്നുകൂടിയാണ് മുരളീധരൻ പറയുന്നത്. സ്ഥാനാർത്ഥിക്ക് എവിടെയും പോവാം, പക്ഷേ ചെല്ലുന്ന പല സ്ഥലത്തും അദ്ദേഹത്തിന് കിട്ടുന്നത് 0 വോട്ടായി. തോൽക്കുന്ന ഉറപ്പായി, 3-ാം സ്ഥാനം ഉറപ്പായി. അപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കുക. ഇപ്പോൾ ഏത് വീട്ടിൽ കയറി ചെന്നാലും ഇപ്പോൾ അന്തസ്സുള്ളാരും ആരും ഗെറ്റ് ഔട്ട് പറയില്ല. അതുകൊണ്ട് അദ്ദേഹം എവിടെയും കയറി ചെല്ലും. പക്ഷേ ചില സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ മോശം പ്രതികരണം ഉണ്ടായി. അതേസമയം സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്.
വിവാദം അവസാനിച്ചല്ലോ. കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉണ്ടാക്കിയ വിവാദം തന്നെ അവരിൽ തന്നെ അത് പറഞ്ഞല്ലോ. സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത ഇടനിലക്കാരെ വിടേണ്ട ഒരു കാര്യം ഉണ്ടോ? സുരേഷ് ഗോപിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുള്ള ആളാണ്. എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളാണ്. ഞങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള ആളാണ്. ഏതാണ് ഈ ഇടനില? അപ്പൊ ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് മൂവാണ്. നിരാശരായിട്ടുള്ള CPM-നും കോൺഗ്രസിനും ഇത്തരം പ്രചാരണങ്ങളിലൂടെ രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹമാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിനിടെ ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി ആശാൻ എത്തി. വീഡിയോ സന്ദേശത്തിലൂടെയാണ് കലാമണ്ഡലം ഗോപിയുടെ വോട്ട് അഭ്യർത്ഥന. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് വേണ്ടി അനുഗ്രഹം തേടിയെത്താൻ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു ഡോക്ടർ ഇടനില നിന്നതൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇങ്ങനെ പല പ്രമുഖരെയും കാണാൻ നേതാക്കൾ ഓടി നടക്കുമ്പോൾ LDF-നൊപ്പം വേദി പങ്കിട്ട യൂണിയൻ പ്രസിഡന്റിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് NSS. തോമസ് ചാഴികാടനൊപ്പം വേദി പങ്കിട്ട NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റിന് എതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കോട്ടയം മീനച്ചിലിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെ പദവിയിൽ നിന്ന് പുറത്താക്കി. കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന LDF മണ്ഡലം കൺവെൻഷനിൽ ആണ് ഇദ്ദേഹം പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പരസ്പരം ഉണ്ടാകും. പക്ഷേ അതിനെല്ലാം സഭ്യമായ ഭാഷ എന്നത് അനിവാര്യമാണ്. ഇവിടെ ഡീൻ കുര്യാക്കോസ് MPക്കെതിരെ വ്യക്തി അധിക്ഷേപവുമായാണ് MM മണി രംഗത്തെത്തിയിട്ടുള്ളത്. ഇടുക്കി MP ഷണ്ടനെന്നും ഡീൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് എന്നും പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ നടക്കുകയാണ് എന്നിങ്ങനെയൊക്കെയുള്ള വാചകങ്ങളാണ് MM മണി പ്രചാരണത്തിന്റെ ഭാഗമായി പ്രയോഗിച്ചത്. ഇപ്പൊ ഇത് പൗഡറൊക്കെ പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശബ്ദിച്ചോ? ചത്തങ്ങൾക്ക് ജീവിച്ചിരിക്കലും അതല്ലേ? ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി? പാർലമെന്റ് ശബ്ദിച്ചോ? പ്രസംഗിച്ചോ? എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക പൗഡർ പൂശി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ സംഘൻ ഇല്ലേ? സംഘന്മാരുടെ ഏൽപ്പിച്ചോ? കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. ഇനിയും വന്നിരിക്കുക. ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താവെന്നും പറഞ്ഞു. നന്നായി ഒലത്തിക്കുള്ളൂ, നന്നാക്കുമ്പോ. അതുകൊണ്ടല്ലോ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല. നീതിബോധമുള്ളവരാണ്. അതാ അതുകൊണ്ട് പണ്ട് മുതൽ കണ്ടതാ എല്ലാം വിദേശികളെ ചുമടാ നമ്മുടെ പടി. ആകെ സ്വദേശി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജോയിസാ. അതുകൊണ്ട് വയ്യാവേലി 5 വർഷം കയറി പിടിച്ചു. എങ്ങും കൊള്ളാത്ത വരുവോയി. വീണ്ടും ഈ വയ്യാവേലി ശോഭക്കാനുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത്, ഈ പിന്നെ ഇടുക്കിക്കാർക്കുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേരളത്തിന്റെ ശബ്ദം. MM മണിക്ക് മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് രംഗത്തെത്തിയിട്ടുണ്ട്. MM മണിയുടെ തെറി അഭിഷേകം തനിക്ക് ആദ്യത്തെ അനുഭവമല്ല എന്നാണ് ഡീൻ പറയുന്നത്. മുൻപും പലതവണ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ മറുപടിയാണ് MM മണി ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു മറുപടിക്കില്ല എന്നും ഡീൻ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമല്ല. അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ള ആളാണ്. അതിന് അദ്ദേഹത്തിന് എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് പറയേണ്ടത്. പോരാട്ടം രാഷ്ട്രീയ ശക്തികൾ തമ്മിലാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന CPM ആണ് ഇത്തരം നേതാക്കളെ കയറൂരി വിടുന്നത്. അവർക്കെന്തും പറയാം എന്ന ലൈസൻസ് സ്വയം കരുതി വെക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വോട്ടിംഗ് എത്തി അവസാനിക്കുന്നു. നമസ്കാരം.